മുഖത്ത് കരിവാളിയിരുന്നു തന്നെ വീട് കിടന്ന് ചവിട്ടുന്നു തുടങ്ങിയ പ്രയോഗങ്ങളാണ് നടത്തിയിരുന്നത്. പക്ഷേ ഈ പറഞ്ഞില്ലെങ്കിൽ ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചുകൊണ്ട് കൃത്യമായിട്ടും വി.ഡി. സതീശന്റെ കർത്താവ് നീക്കുന്നതാണ് അൻവർ നടത്തുന്നത്. അൻവറിന്റെ മുന്നണി പ്രവേശനത്തിന് പിന്നെ പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്നത് വി.ഡി. നീക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഇനി മറ്റു വിട്ടുവീഴ്ചകൾ ചെയ്യാറ്. പക്ഷേ കെ.സി. വേണുഗോപാലിനെ പ്രതീക്ഷിക്കുകയാണ്. കെ.സി. വേണുഗോപാൽ ഇന്ന് 2 മണിക്ക് മലപ്പുറത്ത് എത്തുന്നുണ്ട്. ആദ്യം അദ്ദേഹം കുര്യാട് ദേശീയ പാതയ്ക്ക് ശേഷം നെൽപ്പൂരിലേക്ക് വന്നേക്കാം. അങ്ങനെയെങ്കിൽ കെ.സി. വേണുഗോപാലുമായി ചർച്ച നടത്താം. കെ.സി. വേണുഗോപാലുമായുള്ള തന്റെ പഴയ ബന്ധവും സതീശനും വഴങ്ങിയിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതായത് ലീഗ് മുൻകൈയെടുത്ത് നടന്ന മധ്യസ്ഥശ്രമത്തിന് സതീശൻ വഴങ്ങിയിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നാണ് എന്നോട് പറയാറുള്ളത്. അങ്ങനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം. അതേസമയം ആര്യാടൻ ഷൗക്കത്ത് ഒരു മാറ്റവും ഇല്ലാത്തതാണ്. ആര്യാടൻ ഷൗക്കത്ത് വോട്ട് കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥിയല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനോടുള്ള തന്റെ എതിർപ്പില്ല എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പക്ഷേ മത്സരിക്കാൻ പഠിക്കില്ല. മത്സരിച്ചു കഴിഞ്ഞാൽ ബംഗാൾ മുഖ്യമന്ത്രി അടക്കമുള്ള എവിടെയോ ഒളിച്ചിരിക്കുവായിരുന്നു ആ പന്ത്, എന്റെ കുട്ടിയുടെ പന്ത്. വാ എടുത്തോണ്ട് വാ, എടുത്തോണ്ട് വാ, ഇറങ്ങിക്കോ വാ. എന്നിട്ട് പോലും സതീശൻ വളരുന്നില്ല, സതീശന്റെ മനസ്സറിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും അന്നത്തെ അല്പം പ്രശ്നം. അതിലുപരി ഇപ്പോൾ തടസ്സം നിൽക്കുന്നത് തുടരുക. നമ്മൾ അൻവറിന്റെ വീട്ടിൽ നിന്ന് മുജീബ് റഹ്മാൻ കൂടി നമുക്കൊപ്പം ചേരുന്നത്. മുജീബ്, അൻവർ ഉണ്ടായ കൃത്യമായ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. അൻവറിന്റെ വീട്ടിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്